എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം പനീർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് അലിയിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ചേർക്കാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ബട്ടർ നല്ലോണം അലിഞ്ഞ് വരുന്ന സമയത്ത് ഒരു സ്പൂണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയും കട്ട് ചെയ്ത് വെച്ച പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. മുളകും ഉപ്പും മഞ്ഞളും എല്ലാം അതിലൊന്ന് പിടിച്ച് നല്ല പാകത്തിന് മൂപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ഒരു 3 വലിപ്പമുള്ള തക്കാളി അരിഞ്ഞെടുത്തതാണ്. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് കുരുമുളക്, കുറച്ച് വറ്റൽമുളക്, ഒരു 10ഓളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം പനീറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിഞ്ഞ് കോരി മാറ്റാം. അതേ ബട്ടറിലേക്ക് ഈ അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം. ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചത് അത് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഉരുളക്കിഴങ്ങും ഇതുപോലെ പനീർ പോലെ ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഈ കൂട്ടിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഞുറുക്കിയതും കൂടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ കൂട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനിയും ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് അതിൽ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഈ ചീനച്ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങും പനീറും മൂപ്പിച്ചെടുത്ത ആ ബട്ടർ തന്നെ ഒഴിച്ചാൽ മതിയാകും. ആ ബട്ടറിലേക്ക് 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ബേ ലീഫ്, ഒരു പട്ട ഇവയെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. സവാളയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ച ഗ്രീൻ പീസും, അതിലേക്ക് ഒരു ക്യാപ്സിക്കം, രണ്ടും കൂടി നന്നായിട്ടൊന്ന് അതിലേക്കിട്ട് വഴറ്റുക. നല്ല വെന്ത് പോകണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ അരച്ച് വെച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചിട്ടുള്ളത്. തീരെ വെള്ളം ചേർത്തിട്ടില്ല. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് ഇത് കൂട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. നല്ല പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം.
ഈ ഒരു പാകത്തിന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ലൂസാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ മൂപ്പിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പനീർ ഈ സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നിലും കുറേശ്ശെ ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് കുറച്ചും കൂടി ഉപ്പ് ഇടേണ്ടി വരും. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം പനീർ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പനീർ ഇട്ട് കൊടുക്കുക. പനീർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.